ഹായ് നമസ്കാരം, അഭിലാഷ് ഏട്ടായാണ്. നിഷ, എൻ്റെ പൊന്നെ, നമ്മൾ റിയാസ് മുഹമ്മദിൻ്റെ ഒരു ചോല വിസ്കി സിനിമയുടെ ഷൂട്ടിന് പോയായിരുന്നല്ലോ. അപ്പോൾ ഒരു അതിൽ അഭിനയിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടന്നു, ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ആ ഫോട്ടോ നമ്മൾ പലർക്കും കൊടുത്തു, അവരെല്ലാം പോസ്റ്റ് ചെയ്തു. ഇതെന്താണ്, അസൂയാണോ എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. കാരണം ഞങ്ങളൊരു ദിലീപ് കാവ്യമാധവൻ, അതിൽ ജയറാം പാർവതി ആ ലുക്കിൽ വരട്ടെ എന്ന് കരുതി ഫോട്ടോ പോസ്റ്റ് ചെയ്താണ്. പക്ഷെ നിങ്ങളെ ചിലവർക്ക് കുരു പൊട്ടിയെന്ന് തോന്നുന്നു അല്ലേ? എന്ത് കമന്റ് ആയിരുന്നു? കമന്റ് എന്ന് വെച്ചാൽ ബോയ്സിന്റെ കുറെ കമന്റ് ഉണ്ട്, കുറെ അമ്മാവന്മാരുണ്ട്, പിന്നെ ഏറ്റവും മോശം കമന്റ് ഇടുന്ന ലേഡീസ് ആട്ടോ. പറയാതെ തരമില്ല, അമ്മാവന്മാര് അപ്പച്ചന്മാര് കമന്റ് ഇടുന്നത് വേറെ ഒരു നിലവാരം. നമ്മുടെ സരിത ചേച്ചിനെ അറിയില്ലേ? സരിത ചേച്ചി സോളാർ കേസിൽ വന്നേ. അപ്പൊ ഞാൻ പറയും, ആ ചേച്ചിക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു, അറിയാലോ. എങ്കിലും ആ ചേച്ചി ഞങ്ങളുടെ മൂവാറ്റുപുഴ വന്നപ്പോൾ കുറെ ചേച്ചിമാരെ ഓടിപ്പോയി ഫോട്ടോ എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് കുറെ ആൾക്കാർ പറയും, എന്തിനാണ് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണേന്ന് വെച്ചു. പക്ഷേ സിൽക്ക് സ്മിത, അത് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ നമ്മളെ വിട്ടു പോയി. പഴയ സിൽക്ക് ഇല്ലേ, സിൽക്ക് ഇല്ല ഞാൻ പറഞ്ഞേക്ക് ഒരു ഉദാഹരണം പറ. അപ്പൊ ഇപ്പോഴും പലരും അദ്ദേഹത്തെ ആ സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അവർ ചെയ്തിരിക്കുന്ന വേഷം എന്താണ്? ഗ്ലാമർ വേഷം. അവളുടെ രാവുകൾ പടം കണ്ടിട്ടുണ്ടോ? അവളുടെ രാവുകൾ, സീമ ചേച്ചി ആ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ മോശമായൊരു ക്യാരക്ടർ ആണെങ്കിലും ഏതെങ്കിലും വേദിയിൽ അവരെ മാറ്റിയിരുത്തുണ്ടോ? ഇരുത്തുണ്ടോ? അവർ ചെയ്യുന്ന വേഷം അഭിനയമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിനയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് അത്ര ഉള്ളത്. അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീമ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരുപാട്, സീമ ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെയാണ് IVC സാറ്. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ വിട്ടുപിരിഞ്ഞു. സാറിന്റെ പടത്തിലെല്ലാം അഭിനയിക്കുമ്പോൾ അന്ന് ഫാമിലി ആയിട്ട്, ഇന്ന് ചില സിനിമകളിൽ ജോഷി സാറിന്റെ ഒക്കെ പടത്തിലേക്ക് അന്ന് ഫാമിലി ആയിട്ട് പടം കാണാൻ പോകും. പത്മഭൂഷണൊക്കെ കിട്ടി. കാരണം ആ മഴയത്ത് മുമ്പ് സിനിമയൊക്കെ എത്ര തവണ കണ്ടാന്നറിയാമോ? അന്നേ ഫാമിലി ആയിട്ട് ആൾക്കാർ പോകാറുണ്ട് ഈറ്റയൊക്കെ കാണാൻ, ഈറ്റയൊക്കെ. അന്നൊക്കെ ഇന്നെന്ന് പറയുന്ന ഒരു സിനിമയിൽ എന്തെങ്കിലും ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പോൾ പറയോ തുണിയില്ലാത്ത പടം എന്ന് പറയും. അന്ന് ഫാമിലി ആയിട്ട് പോയി പടം കാണുള്ളൂ. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, വേറൊന്നുമല്ല. ഞങ്ങളുടെ ഒരു പടം എടുത്തു, അതിലെന്തെങ്കിലും അതായത് ഒരു ഫോട്ടോ എടുത്ത് ചോല വിസ്കിക്ക് വേണ്ടി എടുത്തു. അതിലെന്താണ് കുഴപ്പം? ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ, ഞാൻ ഇനി അടുത്ത വർക്കിലാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റിൽ എടുത്തിടും. അപ്പൊ ഞങ്ങൾക്ക് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ മോശം കമന്റ് ഇടുന്നത്. അവര് വന്നിട്ട് കമന്റ് ഇടുന്നത് അവർക്ക് നേടാൻ പറ്റാത്തത് അല്ല, അവർക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ അവരിപ്പോ ഇതിലും തിരിച്ച് കമന്റ് ഇടും. ഞങ്ങളൊക്കെ മാന്യ മര്യാദക്ക് ജീവിക്കുന്നത് തറവാട്ടി പിറന്നെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനില്ല. ഞാൻ തറവാട്ടിലല്ല, ഞാൻ നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പിറന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അയ്യോ, എന്തായാലും പണ്ട് നമ്മുടെ ചെകുത്താൻ അറിയില്ലേ? ചെകുത്താൻ, ഇയാള് ഫാനാണല്ലോ ചെകുത്താൻ. ചെകുത്താൻ നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെകുത്താൻ ആ വീഡിയോ ഇടുമ്പോൾ പലരും പുറത്തിറങ്ങി നടക്കില്ല എന്ന്. ചെകുത്താൻ അടിപൊളിയായിട്ട് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മൾ സിനിമയുടെ ഷൂട്ട് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടും. കഴിഞ്ഞ ദിവസം ഒരു ലേഡി വന്നിട്ട് കമന്റ് ഇട്ടു, നീ തറവാട്ടിൽ പറഞ്ഞല്ലാന്നാ. ഞാൻ തിരിച്ച് കമന്റ് ഇട്ടു, ഞാൻ തറവാട്ടിലല്ല പറഞ്ഞത്, ഞാൻ ഗവൺമെന്റ് ആശുപത്രിയാ, തൊടുപുഴ. എന്തായാലും നിഷയും ഞാനും ഒന്നിക്കുന്ന ഒരു വർക്ക് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വർക്ക് വരുന്നുണ്ട്, പുതിയ വർക്ക്. അപ്പൊ എന്തായാലും അതിലൊക്കെ ഒന്ന് സ്റ്റില്ലൊക്കെ വരും. പക്ഷെ എന്നെ ഈ പെണ്ണുങ്ങൾ ഇടുന്ന കമന്റ് തീരെ മോശമാണ്, തീരെ മോശം. അങ്ങനെ എനിക്ക് അവർ പഠിച്ചതാണ്. ഈ പെണ്ണുങ്ങളെ കമന്റ് ഇടുന്ന അവർക്ക് ആകെ അറിയാവുന്നത് നീ ആർക്കാണ് കൊടുക്കാൻ പോയത്, അതിന് വിറ്റതാണോ ചത്തതാണോ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ചില ഫേക്ക് ഐഡി ആയിരിക്കും കേട്ടോ. ദൈവമേ, അല്ല അത് അങ്ങനെ ഫേക്ക് ഐഡിയിൽ വരുന്ന സ്ത്രീകളുടെ ഫോട്ടോ ഒറിജിനൽ ആണെങ്കിൽ അവര് കംപ്ലൈന്റ് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഫേസ് കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം നിങ്ങളുടെ പ്രൊഫൈല് എല്ലാ ചാനലിലും കടന്നു പോടും. അതിന് ഒരു മാറ്റില്ല. അത് ഇവർക്ക് ഇല്ലെന്നേ, ഫേക്ക് ഐഡി ആയിരിക്കും. ആരെങ്കിലും പാവങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഫേക്ക് അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രൊഫൈൽ വെളിപ്പെടുത്തൂലേ? അല്ല, ചിലവരെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ചെയ്യുന്നതായിരിക്കും. കമന്റ് നിർത്താറായില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫോട്ടോസൊക്കെ ആയിട്ട് വീണ്ടും വരും. പുതിയ ഷൂട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെയൊക്കെ പോകും. ഓക്കെ, താങ്ക് യു.